വെള്ള അരിയിലേ ഇത്തിരി ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്. പ്രമേഹ രോഗികൾ അങ്ങനെ നമുക്ക് പൊതുവെ ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നമാണ്. തവിട് കറഞ്ഞാണല്ലോ. പക്ഷെ നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിനെന്താ ഇപ്പോൾ ഒരു ഓപ്ഷന്? അപ്പോൾ ഞാൻ വിചാരിച്ചത് റാഗി കൊണ്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട്, റാഗി കൊണ്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ റാഗി കൊണ്ടുള്ള ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ദോശയിലാകുമ്പം കുറച്ച് ഫെർമെൻറ്റഡ് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യുമ്പം പ്രൊബയോട്ടിക് അടങ്ങിയ ഗുണം കൂടിയും കിട്ടുമല്ലോ. അങ്ങനെ ഇന്നിപ്പോൾ റാഗി ദോശയാണ് എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം. ഓക്കെ, കൂടെ ഒരു കോഴിമുട്ടയും കഴിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല, നമുക്ക് മറ്റൊരു ദിവസം പറയാം. ഈ റാഗിയിലേ കലോറി കുറവായതുകൊണ്ട് നമുക്ക് ഇത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിലേക്ക് ഊർജ്ജത്തില്ല. പിന്നെ ഇതിൽ നാരും അടങ്ങിയിട്ടുണ്ട്. നാരടങ്ങിയതുകൊണ്ട് നമുക്ക് ശോധന പ്രശ്നങ്ങൾ, മലബന്ധ പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരു പരിധിവരെ തടയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണെന്ന്. അപ്പം പ്രമേഹ രോഗികൾക്ക് ഇത് കഴിച്ചാൽ അവർക്ക് ഇൻസുലിൻ പ്രതിരോധത്തെ മറികടക്കാനും പിന്നെ അവർക്ക് വല്ലാതെ കലോറി ഇല്ലാത്ത ഷുഗർ അടങ്ങാത്ത ഭക്ഷണം കഴിച്ച പ്രതീതി ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ റാഗിയിൽ കുറച്ച് പൊട്ടാസ്യം അടങ്ങിയതുകൊണ്ട് ഇത് നല്ല കൊളസ്ട്രോൾ കൂട്ടാനും പ്രഷർ നിയന്ത്രിക്കാനും ചില ഹെൽപ്പൊക്കെ കിട്ടും, കാരണം പൊട്ടാസ്യം അടങ്ങിയതുകൊണ്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം അടങ്ങിയതിനുള്ള ഗുണം എന്താ? നമ്മുടെ എല്ലുകൾക്ക് നല്ല ഉറപ്പ് നൽകുന്ന സംഭവമാണ് കാൽസ്യം. പിന്നെ ഇതിനകത്ത് അയൺ അടങ്ങിയിട്ടുണ്ട്. രക്തക്കുറവുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് ഈ റാഗി എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരുപാട് അമിനോ ആസിഡുകൾ അടങ്ങി തൊലിൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ്. പിന്നെ നമ്മളെ കുട്ടികൾക്ക് നല്ല വളർച്ച സഹായി കൂടിയാണിത് കേട്ടോ. നമ്മൾ റാഗി കഴിക്കുന്ന ശീലം ഉണ്ടാക്കുക പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഗുണപ്രദമാണ്. ഓക്കെ, ഞാനെന്തായാലും ഇനി ബാക്കി ഭക്ഷണം കഴിക്കാൻ ചാട്ടോ. വരും പറഞ്ഞു തന്നാൽ പോരല്ലോ, അത് നേടിയും വേണ്ടേ.